figure PQ and RS are straight lines. Find angle X, angle Y, angle Z. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫിഗറിൽ PQ എന്ന് പറയുന്ന ലൈനും RS എന്ന് പറയുന്ന ലൈനും സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. നമുക്ക് കണ്ടെത്തേണ്ടത് എക്സ് വൈ ഇസഡ് എന്നീ പറയുന്ന 3 ആംഗിൾസ് ആണ്. ഇവിടെ ഒരു ആംഗിൾ 45 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ 45 ഡിഗ്രിക്ക് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ആണ് ആംഗിൾ വൈ. അപ്പൊ ആംഗിൾ വൈ 45 ഡിഗ്രിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ വൈക്ക് പകരം 45 ഡിഗ്രി എന്ന് എഴുതാം. ഇനി നിങ്ങൾ ഇവിടെ നോക്കുക, ഈ പി ക്യു എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ ഈ പി ക്യു ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണ്. അപ്പോൾ ഈ 45 ഡിഗ്രിയും എക്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. അപ്പൊ 45ന്റെ കൂടെ എന്ത് കൂട്ടുമ്പോഴാണ് 180 ഡിഗ്രി കിട്ടുന്നത്? 135 ഡിഗ്രി ആഡ് ചെയ്യുമ്പോഴാണ് 180 കിട്ടുന്നത്. ഇനി ഇവിടെ ഇസഡ് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഈ 135 ഡിഗ്രിക്ക് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ആണ് ഇസഡ്. അപ്പോൾ ഇസഡിന് പകരം 135 ഡിഗ്രി എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യുവാണ്. ഇവിടെ 45 ഡിഗ്രിക്ക് പകരം ഞാൻ 60 ഡിഗ്രി ആക്കുവാണ്. ഇനി നിങ്ങൾ ഇവിടെ എക്സും വൈയും ഇസഡും എത്രയാണെന്ന് കമന്റ് ചെയ്യുക.